48ാമത്തെ ശ്ലോകമാണെന്ന് കാണുന്നത്. എന്താണ് ബന്ധം, എന്താണ് സംസാരം, എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ആരാണ്? പരമാത്മാവാണ്. പരമാത്മനഃ തവ, പരമാത്മാവായ നിനക്ക് അജ്ഞാനയോഗ, അജ്ഞാനം ഹേതുവായിട്ടാണ് അനാത്മബന്ധ, അനാത്മാവസ്തുക്കളായ ദേഹാദി വസ്തുക്കളിൽ ആത്മബുദ്ധി, ഞാനെന്നുള്ള ദേഹം ഞാനെന്ന വിചാരം ഉണ്ടായത്. തതയേവ, അത് കാരണം സംസൃതി ജന്മ ജര മരണ ആദിരൂപമായ സംസാരം ബാധിച്ചു. ഇപ്പൊ ഇതെങ്ങനെ മോചനം? തയോഹ വിവേക ഉദിത ബോധവന്യം, ഈ ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ബോധം കൊണ്ടുണ്ടാകുന്ന സാക്ഷാത്കാര രൂപമാകുന്ന ജ്ഞാനാഗ്നിയും അജ്ഞാനത്തെയും അജ്ഞാനകാര്യമായ സംസാര ദുഃഖങ്ങളെയും പേരോടെ നശിപ്പിക്കും. സംസാര ദുഃഖത്തിനും ദേഹാഭിമാനത്തിന്റെ നാശത്തിനും കാരണം അജ്ഞാനനാശമാണെന്നർത്ഥം. അപ്പൊ സംസാരത്തിന് കാരണം അനാത്മാവിനോടുള്ള ബന്ധം, അതിന് കാരണം അജ്ഞാനം, അത് നിവർത്തിക്കാനുള്ള വഴി ആത്മബോധം, അതിനുള്ള ഉപായം ആത്മ അനാത്മ വിവേകം. ഇപ്രകാരം സംസാരത്തിന്റെ കാരണവും സംസാര ദുഃഖങ്ങൾക്ക് കാരണവും അത് നിവർത്തിക്കാനുള്ള ഉപായവും ഗുരു വിവരിച്ചു കഴിഞ്ഞു. അപ്പൊ ശിഷ്യന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. എന്താ ആത്മാവ്, പരമാത്മാവ്, അല്ലേ? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ലല്ലോ ശിഷ്യന്. വിവേകചൂഡാമണി ഇതിനു മുമ്പ് സത്സംഗം ഇതൊക്കെ കേട്ടിട്ടുള്ള നിങ്ങളിൽ പല ആൾക്കാർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവേകചൂഡാമണി ആദ്യമായിട്ട് കേൾക്കണുള്ളൊരു വേദാന്ത ഗ്രന്ഥമുള്ളവർക്ക് എന്താ ഈ പരമാത്മാ, എന്താണ് ഈ ആത്മാ, എന്താണ് വിവേകം, ഇതൊക്കെ സംശയം ഉണ്ടാവില്ലേ? ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ് ഈ ശ്ലോകത്തില്. ശിഷ്യ ഉവാച കൃപയാ ശൂയതാം സ്വാമിൻ പ്രശ്നോയം ക്രിയതേ മയാ യദുത്തരമഹം ശ്രുത്വാ കൃതാർത്ഥസ്യാം ഭവന്മുഖാത്. കൃപയാ ശൂയതാം സ്വാമിൻ പ്രശ്നോയം ക്രിയതേ മയാ യദുത്തരമഹം ശ്രുത്വാ കൃതാർത്ഥസ്യാം ഭവന്മുഖാത്. ശിഷ്യ ഉവാച, ശിഷ്യൻ ഇത് കേട്ടപ്പോൾ ഗുരുവിനോട് ചോദിക്കുകയാണ്. അതായത് ഈ കേട്ടതിൽ നിന്ന് അദ്ദേഹത്തിന് പല സംശയങ്ങളുണ്ടായി. ആ സംശയങ്ങൾ ചോദിക്കാൻ ഗുരുവിനോട് അനുവാദം മേടിക്കാൻ. നോക്കൂ, അനുവാദം മേടിച്ചാൽ ചോദ്യം ചോദിക്കണത്. ഏ സ്വാമിൻ, അല്ലയോ സ്വാമി, ശൂയതാം കൃപയാ, ഞാൻ പറയണതിനെ കാരുണ്യത്തോടുകൂടി കൃപയോടുകൂടി കേൾക്കൂ. എന്നിട്ടോ മയാ അയം പ്രശ്നഃ ക്രിയതേ, ഞാൻ ചോദിക്കുന്ന ഈ പ്രശ്നത്തിന് യദുത്തരമഹം ശ്രുത്വ, അങ്ങനും മറുപടി പറയൂ. ആ ഉത്തരം കേട്ടിട്ട് അഹം കൃതാർത്ഥസ്യാം, ഞാൻ കൃതാർത്ഥനായിത്തീരും. ഇവിടെ കർമ്മണി പ്രകയിലാണ് ചോദിക്കുന്നത്. മയാ ക്രിയതേ യം പ്രശ്നഃ, എന്നാൽ ചോദിക്കപ്പെടുന്നതായ ചോദ്യത്തിന് ഉത്തരം നൽകിയാലും അങ്ങയുടെ ഉത്തരമുഖത്തുനിന്ന് ഭവൻമുഖാത്, അങ്ങയുടെ മുഖത്ത് നിന്ന് ഇതിന്റെ ഉത്തരം കേട്ടാൽ ഞാൻ കൃതാർത്ഥനായിത്തീരും. അപ്പൊ ശിഷ്യന് ഉറപ്പുണ്ട് ഗുരുവില്. അതാണ് എൻ്റെ സംശയമുണ്ട്, അങ്ങേക്ക് ആ സംശയം തീർത്തു തരാൻ കഴിവുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ചോദ്യം സദയം പറയാൻ അങ്ങ് എനിക്ക് അനുവാദം തന്നാലും ആ ചോദ്യത്തിന്, സംശയത്തിന് ഉത്തരം തന്ന് എന്നെ കൃതാർത്ഥനാക്കിയാലും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അറിയോ?